ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷായിട്ടാണ്. കൂണ് കറി. ഇതപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. നാച്ചുറലായ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡാണ് കേട്ടോ ഇത്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സാധാരണയായിട്ട് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് മഴത്തണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് ഫ്രഷായിട്ട് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് ആ തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോകും. പിന്നെ നമ്മൾ ഇവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇനി വേണ്ടത് പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കൊച്ചുള്ളി അരിഞ്ഞു വെച്ചത്, കറിവേപ്പില, വറ്റൽമുളക് മുറിച്ചത്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് മാറ്റി വെക്കാം. ഈ എണ്ണ തന്നെ മതിയാകും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞതും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതപ്പോൾ ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പൊടികളുടെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൂണിട്ട് കൊടുക്കാം. അതൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും വെള്ളം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക.